ഡീഫേക്ക് വീഡിയോയിൽ നടപടി ശക്തമാക്കി കേന്ദ്രം. രശ്മിക മന്ദാനയുടെ ഡീഫേക്ക് വീഡിയോ കേസിൽ 4 പേരെ ചോദ്യം ചെയ്ത ഡൽഹി പോലീസ്. ഡീഫേക്ക് വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തവരാണെന്ന് കരുതുന്ന 4 പേരെയാണ് ചോദ്യം ചെയ്തത്. ഇവരിൽ 3 പേരുടെ വിവരങ്ങൾ ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റാഗ്രാമിന്റെയും മാതൃകമ്പനിയായ മെറ്റയാണ് പോലീസിന് നൽകിയത്. VPN സേവനം ഉപയോഗിച്ച് വ്യാജ അക്കൗണ്ടുകളിൽ നിന്നാണ് ഡീഫേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്തതെന്നാണ് കണ്ടെത്തൽ. അതേസമയം പോലീസ് ചോദ്യം ചെയ്ത 4 പേരും ഡീഫേക്ക് വീഡിയോ നിർമ്മിച്ചവരല്ലെന്നാണ് സൂചന. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നും വിവരങ്ങളുണ്ട്. നവംബർ 10-നാണ് ഡൽഹി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ സാറ പട്ടേലിന്റെ മുഖത്തിന് പകരം നടി രശ്മിക മന്ദാനയുടെ മുഖം AI ഉപയോഗിച്ച് വ്യാജമായി നിർമ്മിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച സംഭവത്തിലാണ് ഒടുക്കം നടപടിയിലേക്ക് പോലീസ് കടക്കുന്നത്. IPC IT ആക്ട് പ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. വ്യാജരേഖ ചമയ്ക്കൽ, പ്രതിച്ഛായ തകർക്കൽ, ഐഡന്റിറ്റി മോഷണം, സ്വകാര്യതാ ലംഘനം അടക്കമുള്ള വകുപ്പുകളും ചുമത്തിയായിരുന്നു കേസെടുത്തത്. AI ഉപയോഗിച്ചുള്ള ഡീപ്ഫേക്ക് വീഡിയോയ്ക്കെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നടപടിയെടുക്കാനുള്ള നിയമപരമായ ബാധ്യത സമൂഹമാധ്യമ സേവനദാതാക്കൾക്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എക്സിൽ കുറിച്ചിരുന്നു. നടിയും സംഭവത്തിൽ വൈകാരികമായി എക്സിലൂടെ പ്രതികരിച്ചതും വിഷയത്തിന്റെ ഗൗരവം കൂട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് 24.